സിപിഎമ്മിലെ പൊളിറ്റിക്കൽ ക്രിമിനലുകൾ ആരൊക്കെയെന്ന് ജി സുധാകരൻ വ്യക്തമാക്കണമെന്ന് ബിജെപി നേതാവ് സന്ദീപ് വാചസ്പതി. സിപിഎമ്മിലെ ഉൾപാർട്ടി പോരിന്റെ ഭാഗമായി ചേർത്തലയിലെ കൃഷ്ണപിള്ള സ്മാരകം തകർത്തവർ ആരെന്ന് ജി സുധാകരൻ വെളിപ്പെടുത്തണം. ഇക്കാര്യം തുറന്നു പറയാൻ തയ്യാറായില്ലെങ്കിൽ സുധാകരന്റെ നീക്കങ്ങളെ സംശയത്തോടെ കാണേണ്ടിവരുമെന്നും സന്ദീപ് വാചസ്പതി വ്യക്തമാക്കി. ആലപ്പുഴയിലെ കൃഷ്ണപിള്ള സ്മാരകം തകർക്കപ്പെട്ടത് ജി സുധാകരൻ ആലപ്പുഴ സിപിഎമ്മിൽ പ്രധാനിയായി വാഴുമ്പോഴാണ്. സുധാകരൻ അറിയാതെ ആലപ്പുഴ സിപിഎമ്മിൽ ആ നീല അനങ്ങില്ല. കൃഷ്ണപിള്ള സ്മാരകം തകർത്ത പൊളിറ്റിക്കൽ ക്രിമിനലുകളെ പുറത്തുകൊണ്ടുവരാൻ സുധാകരൻ തയ്യാറാകണം. സിപിഎം ഉൾപാർട്ടി പോരിന്റെ ഭാഗമായാണ് സ്മാരകം തകർത്തതെന്നത് അന്വേഷണങ്ങളിൽ തെളിഞ്ഞതാണ്. അന്നത്തെ പാർട്ടി സെക്രട്ടറി ചന്ദ്രബാബുവിനെയടക്കം ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു. പാർട്ടി ചുമതലയുണ്ടായിരുന്ന സജി ചെറിയാനിലേക്ക് ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യൽ എത്തിയില്ല. പാർട്ടിയിലെ ദിവ്യന്മാർ കുടുങ്ങുമെന്ന പേടികൊണ്ടാണോ കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കാതിരുന്നത്? രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കെ അന്വേഷണം അട്ടിമറിച്ചു എന്നാരോപിച്ചത് VS അച്യുതാനന്ദനാണ്. സജി ചെറിയാനും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള ബന്ധത്തിലാണോ അന്വേഷണം മുന്നോട്ട് പോകാതിരുന്നതെന്നത് സുധാകരൻ വ്യക്തമാക്കണം. സ്മാരകം തകർത്തതുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ മാത്രമേ പൊളിറ്റിക്കൽ ക്രിമിനലുകൾക്കെതിരെയുള്ള സുധാകരന്റെ പോരാട്ടത്തിന് രാഷ്ട്രീയ പ്രസക്തി ഉണ്ടാവുകയുള്ളൂ എന്നും സന്ദീപ് വാചസ്പതി ചൂണ്ടിക്കാട്ടുന്നു. അമ്പലപ്പുഴയിൽ ശ്രീ H. സലാം സ്ഥാനാർത്ഥിയായപ്പോൾ തന്നെ രക്തസാക്ഷി മണ്ഡപത്തിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പോസ്റ്ററുണ്ട്. ആ പോസ്റ്റർ പാർട്ടിക്കകത്ത് കടന്നുകൂടിയ മതതീവ്രവാദികളെ പറ്റിയായിരുന്നു. H. സലാം SDPIയുടെ ഏജന്റാണ്, പോപ്പുലർ ഫ്രണ്ടിന്റെ ഏജന്റാണെന്ന് ആരോപിച്ചത് BJP അല്ല, CPIഎമ്മിനകത്തെ ഒരു വിഭാഗം തന്നെയാണ്. അപ്പോൾ ഇതേപ്പറ്റിയും ജി സുധാകരൻ അറിവുണ്ട്. അദ്ദേഹത്തിന്റെ കലഹം അവരോടാണ് എന്നാണ്. അങ്ങനെയാണല്ലോ ഇതിന്റെ തുടക്കം. അപ്പോൾ സ്വാഭാവികമായും പാർട്ടിയിൽ അങ്ങനെയുള്ളവരെ പറ്റി ഇപ്പോഴദ്ദേഹം വെളിപ്പെടുത്തേണ്ടേ? അപ്പോൾ തീർച്ചയായും ഇവിടെ നടക്കുന്ന രാഷ്ട്രീയ ഗൂഢാലോചനയുടെയൊക്കെ പിന്നിൽ ആരായിരുന്നു എന്ന് വ്യക്തമായി അറിവുള്ള ആളാണ് ശ്രീ ജി സുധാകരൻ. അത് കൃഷ്ണപിള്ള സ്മാരകം തകർത്ത കേസിലായാലും ആലപ്പുഴ ജില്ലയിൽ നടത്തുന്ന പല വിഷയങ്ങളിലായാലും. അപ്പോൾ ഇതേപ്പറ്റിയൊക്കെ അദ്ദേഹം മൗനം വെടിയണം ഈ വൈകിയ വേളയിലെങ്കിൽ. അമ്പലപ്പുഴ MLA H. സലാം SDPI ഏജന്റ് എന്നാരോപിച്ചത് CPഎമ്മിലെ ഒരു വിഭാഗമാണ്. ഇത് സംബന്ധിച്ചും സുധാകരൻ മൗനം വെടിയണം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ പുന്നപ്പറയിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ കയറി ഒരു പുഷ്പാർച്ചന നടത്തിയ സംഭവത്തെ ജി സുധാകരൻ്റെ CPIഎമ്മിൽ നിന്നുള്ള പുറത്താകലുമായി ബന്ധപ്പെടുത്തി കഴിഞ്ഞ ദിവസം CPIഎമ്മിൻ്റെ പുന്നപ്പറ ഏരിയ സെക്രട്ടറി സംസാരിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ജി സുധാകരൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ പുന്നപ്പറയിൽ പ്രവേശിച്ചത് എന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. അങ്ങനെയെങ്കിൽ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ജി സുധാകരൻ അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും ആ കാലയളവിൽ ഇപ്പോൾ ഏരിയ തലത്തിൽ പ്രവർത്തിക്കുന്ന സഖാവ് തീർച്ചയായും അതിലെ താഴെ തലത്തിലായിരിക്കും അന്ന് പ്രവർത്തിച്ചിട്ടുണ്ടാവുക. അദ്ദേഹത്തിൻ്റെ അറിവും ഇതിനുണ്ടാകുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനി ഏതെങ്കിലും തരത്തിൽ ജി സുധാകരൻ ഞങ്ങൾക്ക് നിർദ്ദേശം നൽകിയോ എന്ന് സുധാകരൻ തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. പുന്നപ്ര രക്തസാക്ഷി മണ്ഡപത്തിൽ ജി സുധാകരന്റെ നിർദ്ദേശപ്രകാരമാണ് താൻ പുഷ്പാർച്ചന നടത്തിയതെന്നാണ് പുന്നപ്ര CPM ഏരിയ സെക്രട്ടറിയുടെ കണ്ടെത്തൽ. അങ്ങനെ നിർദ്ദേശം നൽകിയോ എന്ന് സുധാകരൻ തന്നെ പറയട്ടെ എന്നും സന്ദീപ് വാചസ്പതി പറഞ്ഞു. ജനം, കോട്ടയം.